ഞാനിന്ന് കളിക്കാൻ പോണത് പെസ്സാണ്. പെസ്സല്ല, ഈ ഫുട്ബോൾ. ഞാൻ FC മൊബൈലിനെക്കാട്ടിലും ഭേദമായ കളിയാണ് പെസ്സ്. അതുകൊണ്ടാണ് ഞാനിത് കളിക്കുന്നത്. ഞാൻ ഏത് കൺട്രി സെലക്ട് ചെയ്യണ്ടേ? ഇപ്പോൾ എന്തോ ഒരു കുഴപ്പം പറ്റിയേക്കാ. എന്താന്ന് വെച്ചാൽ എന്തോ മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവർ ഓൺലൈൻ മാച്ച് കളിക്കാൻ പറ്റില്ല. AI വേഴ്സസ് ഞാൻ കളിക്കണം. പിന്നെ എൻ്റെ ടീം ഇതല്ല കേട്ടാ, ഇത് ശരിക്കുള്ള പോർച്ചുഗലിൻ്റെ ടീമാണ്. പിന്നെ എൻ്റെ എതിരാളിയുടെ ടീം ഞാൻ ഇന്ത്യ ആക്കി. പോർച്ചുഗൽ വേഴ്സസ് ഇന്ത്യ. AI പൊട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം AI വലിയ കാര്യമൊന്നുമില്ല. ഞാൻ ഇപ്പം തന്നെ ഒരു കളി കളിച്ചിരുന്നു. ഞാൻ കുറച്ച് നാളായിട്ട് വീഡിയോ ഇടാറില്ല. എന്താണെന്ന് വെച്ചാൽ ആരും കാണണമെന്നില്ല, എന്തിനായിട്ട് വിചാരിച്ചു. പക്ഷേ പിന്നെ ഞാൻ കളിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ക്യാമറ ആംഗിളില്ല. ഇത് FC മൊബൈലിനെക്കാട്ടിലും ഭേദമായ കളിയാണ്. പിന്നെ FC മൊബൈലിൽ എനിക്കിപ്പോൾ Pro 5 ആണ് റാങ്കിൽ. അതുകൊണ്ട് ഞാൻ കളിക്കുന്ന പ്ലെയേഴ്സ് ഭയങ്കര പ്രോകളായി. എനിക്കൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല അവരെ. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഫുട്ബോൾ കളിക്കാം. ഈ ഫുട്ബോൾ പിന്നെയും പാടാണ്, പക്ഷെ രസമാണ് കളിക്കാൻ. ഇപ്പോൾ ഞാൻ പോർച്ചുഗലാണ് എൻ്റെ സ്ഥലമായിട്ട് എടുത്തേക്കുന്നത്. ഇതൊക്കെ ഇന്ത്യക്കാരാണല്ലേ? ഇന്ത്യക്ക് ടീം ഉണ്ടായിരുന്നാ? എന്താ എനിക്കറിയില്ലായിരുന്നു ഇന്ത്യയുടെ ടീമിനെ പറ്റി. പിന്നെ ഇന്ത്യക്ക് ടീം ഉണ്ടെങ്കിൽ തന്നെ ഇതിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലെയേഴ്സ് ആയിരിക്കും. കേരള ബ്ലാസ്റ്റേഴ്സോ പഞ്ചാബ് FCയോ. എൻ്റെ ഫോർമേഷൻ ഒരു കാര്യമില്ലാത്ത ഫോർമേഷൻ മാറ്റണം. ഇത് മാറ്റിട്ട ഫോർമേഷൻ, പൊട്ട ഫോർമേഷനാണ്. ഒരു സ്ട്രൈക്കർ മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ. ഞാനല്ല AI വെച്ചതാണ്. ഞാൻ മാറ്റും. എനിക്കറിയായിരുന്നു ഞാൻ ആ ബോൾ കിട്ടുന്നു ക്ലിയർ ചെയ്തു. ഇതിൽ പിന്നെ ഞാനിപ്പോൾ കുറച്ചുകൂടി പഠിച്ചു കളിക്കാൻ. ആദ്യമൊക്കെ എനിക്ക് പെസ് ഒട്ടും അറിയില്ലായിരുന്നു കളിക്കാൻ. റൊണാൾഡോ മാത്രം ഇങ്ങനെ നിൽക്കുക. അവരിപ്പോൾ ഇന്ത്യക്കാര്. ഞാൻ ഫോർമേഷൻ മാറ്റാൻ പോവാം. എൻ്റെ അമ്മോ ഇതൊക്കെ സ്ട്രൈക്കർ. ഇയാളത് എന്തിട്ടാ കാണിക്കണേ? ഇതാണ് പോർച്ചുഗലിൻ്റെ ഫോർമേഷൻ. നല്ല പുറത്തെ ഫോർമേഷൻ. എൻ്റെ പ്ലെയേഴ്സിൻ്റെ റേറ്റിംഗ് മാറിയിട്ടുണ്ടോ? സെൻറ്റർ ഫോർവേഡ് വേറെ ഒന്നും. അത് മതി. പിന്നെ വേറെ വല്ല സെൻറ്റർ ഫോർവേഡ് ഉണ്ടോ? സെൻട്രൽ മിഡ്ഫീൽഡ് ഫോർവേഡിന് പറ്റുമോ? അയ്യോ, ഒട്ടും പറ്റില്ല. അയ്യോ. പിന്നെ ഇത് മാറ്റണം. അയാളെ ഒന്ന് മാറ്റി. DMF ലെഫ്റ്റ് വിങ് ഫോർവേഡ്. അത് മതി. ഓക്കെ, അത് കുഴപ്പമില്ല. ഇപ്പം എൻ്റെ ഫോർമേഷൻ പ്ലെയേഴ്സൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. കുറച്ചുകൂടി എളുപ്പമാണ് ഈ കളി. 3 ആൾക്കാരുണ്ട് എനിക്ക്. കണ്ട. നല്ല ഗോളി. നീ ഡോണറൂമാണ് ശരിക്കുള്ള ടീമിലത്തെ ഗോളി. അവരുണ്ടല്ലോ കാര്യമില്ല. ബോള് റോൾ ചെയ്ത് അവൻ്റെ കാലിൻ്റെ ഇടയിൽ കയറിയ നല്ല ഡിഫൻഡ് ഇല്ല. ഗെയിമിലിട്ടാ റിയലിൽ എനിക്ക് വലിയ ഐഡിയ ഇല്ല ഡോണറൂമിനെ പറ്റി. ഗെയിമിൽ എനിക്ക് ദേഷ്യം വരും ഡോണറൂമിൻ്റെ ഗോളിയാകുമ്പോൾ. ഞാൻ പുതിയ ഗോളിന് വാങ്ങിക്കാൻ നോക്കാം.
ആകെ ഒരു 3-4 സേവാണ് ചെയ്തിട്ടുള്ളൂ എൻ്റെ ടീമിൽ. റിയൽ ലൈഫിൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്കറിയില്ല. FC മൊബൈലിനെക്കാട്ടിലും മച്ച് രസമാണിത് കളിക്കാൻ. ആ ഗ്രാഫിക്സും പക്ഷെ കുറേ സ്പേസ് എടുക്കും. എന്നാലും ഞാൻ കളിക്കും, കാരണം ഈ ഫോണിൽ സ്പേസ് കുഴപ്പമില്ല. അയ്യോ, എൻ്റെ കയ്യിലായിരുന്നു ബോള്. ഞാൻ മാച്ചപ്പ് ഉപയോഗിച്ചതായിരുന്നു. പക്ഷേ നിഖിൽ പൂരാടിയുടെ ടച്ച്. അയ്യേ, ഓ ഗോൾ ഗോൾ. ഇത് ആയതുകൊണ്ടാ. ശരിക്കുള്ള പ്ലേയേഴ്സ് ആണെങ്കിൽ ഞാൻ തോറ്റ് തുന്നും പാടിയാനെ. ഭാഗ്യം. അസിസ്റ്റ് ആയിരുന്നു അത്. അസിസ്റ്റ് ആരെയാണ് ഗോൾ അടിച്ചത്? നൂനോ മെൻഡസ്. റൊണാൾഡോ അടിക്കുന്നത്. ഇതിലത്തെ ആ മാച്ചപ്പ് ഇനി നല്ല ഉപയോഗമുണ്ട്. ഇപ്പം ഇനി കൺട്രോൾസൊക്കെ ഒന്ന് പഠിച്ചു ഡ്രസ്സിൻ്റെ. ആ സ്കില്ലുകൾ മാത്രം എനിക്ക് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സ്കില്ലുകൾ കുറച്ച് സ്ലോ ആണ് എൻ്റെ ഫോണിൽ. ഈ ഫോൺ പഴയ ഫോണാണ്. ഹെഡടിച്ചു. എനിക്കെല്ലാം അറിയാട്ടെ ഈ ഫുട്ബോളിനെ പറ്റി. ഇതെൻ്റെ പണ്ടത്തെ പേരായിരുന്നു ഈ പെസ്. അത് മാറ്റിയിട്ട് ഈ ഫുട്ബോൾ. എന്തിനാണ് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ എനിക്ക് പെസ് എന്നുള്ള പേര് കൂടുതൽ ഇഷ്ടമായി. പക്ഷെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പെസ്സിനടിച്ചാൽ കിട്ടും കളി. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഓ, ആ ഫോർമേഷൻ മാറിയപ്പോൾ എന്ത് നല്ലതായി നോക്കിയ കളി. പോർച്ചുഗൽ വെറുതെ അല്ല ഒന്നും ജയിക്കാത്ത. ഫോർമേഷൻ ഇങ്ങനെയൊക്കെ വെച്ചേക്കാം. അവർക്കിപ്പോൾ ഞാൻ വെച്ച ടൈപ്പ് ഫോർമേഷൻ ആയിരുന്നെങ്കിൽ ഇത് നല്ലതായിരിക്കും അറിയാമോ ജയിച്ച്. മെസ്സിനൊക്കെ എന്താ ഓഫ് സൈഡ് ആയിരിക്കും. ഓഫ് സൈഡ്. നല്ലൊരു ചാൻസ് ആയിരുന്നു. പോർച്ചുഗൽ ജയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ വേൾഡ് കപ്പ് ഞാൻ മെസ്സി ഫാനാണെങ്കിലും എനിക്ക് അർജൻറ്റീനേനെക്കാട്ടിലും ഇഷ്ടം. ഓ, നല്ല സ്കില്ല്. എനിക്ക് അർജൻറ്റീനേനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം പോർച്ചുഗലിന്. അപ്പോൾ ഞാൻ ലോഫ്റ്റഡ് പാസ് അല്ലേ ചെയ്തേ. ആ, ഇതാണ്. ഈ 7 കൂടെ കളിക്കുന്നത് കൊണ്ട് ലാഗൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഓഫ് ലൈനല്ലേ. ഇപ്പോൾ ശരിക്കുള്ള പ്ലെയറിൻ്റെ കൂടെ ഇരുന്ന് കളിക്കണമെങ്കിൽ നല്ല ലാഗായിരിക്കും. അതുകൊണ്ട് ഞാൻ ഓൺലൈനിൽ വലിയ നല്ലത്. ഒടുക്കത്തെ ലാഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ബ്ലോക്കുകൾ അനങ്ങണ പോലെയാണ്. പിന്നെ ഓരോ മിനിറ്റിലും ഒരു വട്ടം അനങ്ങും ഇടയ്ക്കിടയ്ക്ക്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് എനിക്ക് നെറ്റ് ഉണ്ടായിരുന്നില്ല, ഒരു 2-3 ദിവസം. ഇപ്പം നെറ്റ് കിട്ടി. കുറച്ച് നാൾ നെറ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ അപ്പോൾ ഇന്നലെ നെറ്റ് വന്നാണല്ലോ. ഞാൻ മൊബൈൽ നെറ്റ് ഉപയോഗിച്ചായിരുന്നു കളിക്കണേ. എൻ്റെ ടീം നല്ല അപ്ഗ്രേഡായി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മുമ്പ് കളിക്കാറുണ്ടായിരുന്നില്ല ഈ കളി. ഇപ്പോഴാണ് കളിച്ചു. ഇന്ത്യ പോർച്ചുഗലിനെതിരെ ഗോൾ അടിച്ചു. അയ്യേ, ഇതാണ് എംബാരസിങ്. ഇത് ഫോർമേഷൻ. എനിക്ക് കുറേ ചേട്ടന്മാർ പോലത്തെ ആൾക്കാരുണ്ട്. ഭയങ്കര പെസ് ഭ്രാന്തന്മാർ. ഒടുക്കത്ത ഭ്രാന്ത്. ഓ, റൊണാൾഡോ അടിച്ചു. അവരുടെയൊക്കെ ടീം സ്ട്രെങ്ത് എൻ്റെ ചേട്ടന്മാരുടെയൊക്കെ എന്ന് പറഞ്ഞാൽ കസിൻ ചേട്ടന്മാരിട്ടാ റിയലല്ല. പിന്നെ കുറേ ആൾക്കാരുണ്ട് എനിക്ക്, ബന്ധുക്കളും ചേട്ടന്മാരും. അവർക്കൊക്കെ ഒടുക്കത്ത ഭ്രാന്താ പെസിൻ്റെ. നിൽക്കില്ല. അവരുടെയൊക്കെ സ്ട്രെങ്ത് 3168 ഒക്കെയാണ്. ഒടുക്കത്ത നല്ലത്. മൽദീനി അതുപോലത്തെയൊക്കെ പ്ലെയേഴ്സ് ഉണ്ട് അവർക്ക്. ഞാൻ അവർ വെച്ചാൽ ഭയങ്കര പൊട്ടയ കളിയിൽ. എന്നെ എത്ര ഗോൾസിൽ തോപ്പിച്ചിട്ടുണ്ടെന്ന് അറിയോ. പിന്നെ അവർ
ഞാനൊക്കെ 8 വർഷമായി കളിച്ചിട്ടുണ്ട്. ഫിഫ എനിക്ക് കളിക്കണമെന്നുണ്ട്, ഫിഫ. പക്ഷേ അതിന് PS5 വേണം. പക്ഷേ PS5 ഞാനൊരു ദിവസം ഒരു PS5 ഒരു സ്ഥലമുണ്ട് കളിക്കാനുള്ളത്, ബാറ്റിംഗ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അവിടെ പോയി കളിച്ചു നോക്കി. എന്ത് ഗ്രാഫിക്സാണ്! സെലിബ്രേഷനൊക്കെ കാണുക കളിയിലത്തെ ഒടുക്കത്തെ ഗ്രാഫിക്സ്. ഇവനാദ്യം ട്രിബിൾ ചെയ്യാൻ നോക്കണേ. ഇത്രയും നല്ല പ്ലെയറുകൾ ട്രിബിൾ ചെയ്യാനേ ഇന്ത്യക്കാർ നോക്കണു. എന്നാലും ഇങ്ങനെ ഗോൾ അടിച്ച്. ശരിക്കുള്ള പോർച്ചുഗലാണെങ്കിൽ 40-0 തോൽപ്പിക്കും. ഇത്ര എളുപ്പമാണ് ഇന്ത്യക്കാരുടെ ടീമിനെ തോൽപ്പിക്കാൻ. പൊട്ട ടീമാണ് ഇന്ത്യക്കാർക്ക്. കുറച്ചുകൂടി നല്ല ടീമാക്കി കൂടി. ഈ ഇന്ത്യ ഫുട്ബോളൊന്നും കളിക്കില്ല അത്രയും. അതാണെങ്കിലോ എൻ്റെ ഫ്രണ്ട്സിനും എനിക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള കളി. ഇത് നല്ല ചാൻസ് ആയിരുന്നു അത്. ഈ പെസ്സിൽ എനർജി ഒക്കെ ഉണ്ട്. എനർജി കുറയും തോറും സ്പീഡ് കുറയും. നിങ്ങൾ നോട്ടീസ് ചെയ്യണ്ടോ ഒരു ലൈൻ പോലത്തെ? ചിലപ്പോൾ നിങ്ങളും പെസ്സിലത്തെ പ്രോ ആയിരിക്കും, എന്നിട്ട് എന്നെ നൂബെന്ന് വിളിക്കായിരിക്കും. പക്ഷേ എനിക്ക് ഇന്ത്യക്കാരിത് എങ്ങനെ ചെയ്യുന്നത്? എനിക്ക് കളിക്കാൻ അറിയാത്തതുകൊണ്ടായിരിക്കും. അല്ലാണ്ട് എങ്ങനെ അവർ ഇത്രയും നന്നായിട്ടിരിക്കുന്നത്? റൊണാൾഡോയുടെ എടുത്ത ബോള്. മുമ്പത്തെ ഫോർമേഷൻ തന്നെ ആയിരിക്കും ഭേദം. മാനേജർ നല്ലതാക്കി കഴിഞ്ഞാൽ തന്നെ സ്ട്രെങ്ത് നന്നായി കൂടും. അതുകൊണ്ട് എൻ്റെ റിയൽ മാനേജർ ഞാൻ വിചാരിച്ചു ഗോൾ ചെയ്യുന്നു. എൻ്റെ ശരിക്കുള്ള ശരിക്കുള്ള ടീമിലത്തെ മാനേജർ ആരാന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല മാനേജറാണ്. ഒരു കണ്ണാടൊക്കെ ഷർട്ടിൽ തൂക്കിയിട്ടിട്ട് അയാളുടെ സ്ട്രെങ്ത് 100 ആയിട്ട് കണ്ട് കൂട്ടി. അപ്പം നിങ്ങളും പെസ് കളിക്കണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്കവാറും ഇതൊക്കെ അറിയായിരിക്കും. ഞാൻ ജയിച്ചു 4-2. നല്ല രസമായി കളിക്കാൻ. ഇപ്പം എന്തോ മാനുഫാക്ചറോ അങ്ങനെ എന്തോ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഓൺലൈൻ കളിക്കാൻ പറ്റില്ല. കണ്ട, ശരിക്കുള്ള ഹോം സ്ക്രീൻ ഇങ്ങനെയല്ല, ഒട്ടുമല്ല. ഓക്കെ, ബൈ.